ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു ക്രോഷേ ഇയർ റിംഗ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ യാണാണ്, ഒരു ഫ്രോ പ്ലേ യാണാണിത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 0.9 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇയർ റിംഗ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ചെയിൻ 5 ചെയ്യുക. 1 ചെയിൻ 1 2 3 4 5 ചെയിൻ 5 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിലേക്ക് ഇറങ്ങുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പം നമുക്കൊരു റിംഗ് ഫോമിൽ കിട്ടി. അതായത് ഒരു സർക്കിൾ ഉണ്ടാവും നടുക്ക്. എന്നിട്ട് ഈ ചെയിൻ 2 ചെയ്യുക. ഇനി നമുക്ക് ഈ സർക്കിളിനുള്ളിലേക്ക്, അതായത് ആ റിങ്ങിനുള്ളിലേക്ക് 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യണം. ചെയിൻ 2 കൂടാതെ, ചെയിൻ 2നെ നമ്മൾ ഇവിടെ ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടത്തില്ല. ചെയിൻ 2 കൂടാതെ 10, അതായത് ആ സർക്കിളിനുള്ളിൽ 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് നമുക്ക് ഉണ്ടാവണം. ഡബിൾ ക്രോഷയുടെയും ഹാഫ് ഡബിൾ ക്രോഷയും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിംഗിൾ ക്രോഷയും നമ്മൾ ഈ ഇയർ റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 3 ട്യൂട്ടോറിയലും ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് പോയി കാണുക. അപ്പം നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് റിങ്ങിനുള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ റിങ് ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ലൂപ്പിനുള്ളിലേക്ക് ഇറക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി ഒരു ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റിച്ചിലേക്കും 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക, ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്യുക. അപ്പം നമ്മുടെ ലൂപ്പിനകത്ത് ഹുക്കിനകത്ത് 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ആ 3 ലൂപ്പിനുള്ളിലേക്കും ഇൻസേർട്ട് ചെയ്യുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. യാൺ ഓവർ ഇൻസേർട്ട് ഇൻ ടു ദ ചെയിൻ അല്ല, നമ്മുടെ സ്റ്റിച്ചസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. എല്ലാ ലൂപ്പിലേക്കും പുൾ ചെയ്യുക. അപ്പം നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ ആവും. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലേക്കും നമുക്കിപ്പോൾ ഇവിടെ 10 ഡബിൾ ക്രോഷേ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 10 ഡബിൾ ക്രോഷയിലേക്ക് ഓരോ സ്റ്റിച്ചിനകത്തും 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പം നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോഴത്തേനും ടോട്ടൽ 20 ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടും. ഇപ്പം നമുക്ക് 20 ഹാഫ് ഡബിൾ ക്രോഷേ ഉണ്ട്. ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 2. അതിനുശേഷം ഞാൻ ചെയിൻ 2 ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഡബിൾ ക്രോഷേ, അതായത് യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അപ്പം ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. അതിൻ്റെ ആദ്യം 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലേക്ക് കയറ്റുക. അതാണ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. അതായത് ഈ റൗണ്ടിൽ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അങ്ങനെ 3 ഡബിൾ ക്രോഷേ 1 സിംഗിൾ ക്രോഷേ ആണ് റിപ്പീറ്റ് ചെയ്യുക. എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ 3 ഡബിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനത്തെ എൻഡിലേക്ക് വരും.
ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ചെയിനിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവും. ആ ചെയിനിൻ്റെ സ്പേസിലേക്ക് ഇതിപ്പോൾ ലാസ്റ്റത്തെ 3 ഡബിൾ ക്രോഷേ ഇപ്പം ഞാൻ ചെയ്യുവാണ്. ഇപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചസ് കംപ്ലീറ്റ് ആയത്. ഇനിയിപ്പം നമ്മൾ ഇട്ട ആ 2 ചെയിനില്ലേ, ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, അതിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഹുക്കിനകത്തെ ലൂപ്പിനകത്തോട്ട് വലിക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ആ ഗ്യാപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മളെപ്പോഴും റൗണ്ട് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ക്രോഷയുടെ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ചസിനുള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ 3ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇയറിങ്ങിൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്ത് ഈ യാണങ്ങ് കട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീവ് ചെയ്തിട്ട് ഹുക്ക്, അതായത് ഇയറിങ്ങിൻ്റെ ഹുക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ ഒരു ബട്ടൺ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്തെങ്കിലും ബട്ടണോ വേറെ എന്തെങ്കിലും അതിൻ്റെ ചുറ്റിനും സൈഡിലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പം ഞാൻ ഒരു നീഡിലെടുത്തിട്ട് അതൊന്ന് വീവ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ബാക്കി നമുക്ക് എക്സ്ട്രാ വരുന്ന യാണൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ ഹുക്ക്, ഇയറിങ്ങിൻ്റെ ഹുക്ക് അതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇയറിങ് ഒന്ന് ഇങ്ങനെ ആടിക്കിടക്കാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു നോട്ട് ഇടുന്നുണ്ട് അവിടെ. എന്നിട്ട് അതിലേക്കാണ് ഈ ഇയറിങ്ങിൻ്റെ ഹുക്ക് ഇടുന്നത്. അപ്പം നമുക്കിങ്ങനെ ആടി കിടന്നോളൂ. ഇനി ബട്ടൺ ഒരു ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയത്. അത് നടുക്കോട്ട് ഒന്ന് വീവ് ചെയ്ത് വെക്കുവാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇയറിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.